അധ്വാനവും വെച്ച് എളിമയെന്ന പുണ്യം സമ്പാദിക്കാം. അതിനാൽ അഭിവൃദ്ധിയും ദൈവത്രിക്കരങ്ങളിൽ സുരക്ഷിതമായിരിക്കണമെന്ന് തീക്ഷ്ണമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥ തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഏവരെയും നയിക്കട്ടെ. ഇന്നേ ദിവസം ആദ്യമായി കൂട്ടാശയിലൂടെ ഈശോയെ സ്വീകരിക്കുന്ന അലീന അനിയെ കുടുംബത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവസ്നേഹാനുഭവത്തിലേക്കും ദൈവകൃപാവരങ്ങളുടെ സമൃദ്ധിയിലേക്കും ഈ മകളുടെ ജീവിതം അനുദിനം നാമത്തിലുള്ള
ദൈവത്തിൻ്റെ കൃപയാചിച്ച് ദൈവിക സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഇനി പ്രഭാതത്തിൽ ദൈവം നമ്മളെ വിളിച്ചു. ഈ അൾത്താരയിലെ ഒരുമിച്ച് കൂട്ടിയ നല്ല ദൈവത്തിന് പ്രത്യേകം നമുക്ക് നന്ദി പറയാം. ഇന്ന് 2 നിയോഗങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒന്ന്, സ്വതന്ത്ര ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ 75ാം വാർഷിക ദിനം ആഘോഷിക്കുമ്പോൾ നമ്മെ നയിക്കുന്ന ഭരണാധികാരികളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രണ്ടാമതായി, ഈ ലോകത്ത് ജീവിച്ച് ജീവിതത്തിൻ്റെ സാക്ഷ്യം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുവാൻ തീക്ഷ്ണമായി ആഗ്രഹിച്ച പരിശുദ്ധാമ്മയുടെ സ്വർഗ്ഗാരോഹണ തിരുനാൾ സാഘോഷം കൊണ്ടാടി നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാമ്മയുടെ സജീവത്വം പുലർത്തുവാൻ, കൃപകൾ സ്വീകരിക്കുവാൻ, അനുഗ്രഹങ്ങളിൽ വ്യാപരിക്കുവാൻ പരിശുദ്ധാമ്മയുടെ നിരന്തര സംരക്ഷണം നമുക്ക് യാചിക്കാം. മൂന്നാമതായി, ഇന്ന് ആദ്യ കുർബാന സ്വീകരിക്കുന്ന അലീന ആഞ്ചലി എന്ന മകളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് അവളെ ഒരിക്കൽ മാതാപിതാക്കന്മാരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ജ്ഞാനപിതാക്കളായ ദ്രവന്മാരെയും കുടുംബാംഗങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നിർമ്മലമായ ബലി ഹൃദയശുദ്ധിയോടുകൂടി അർപ്പിച്ച് ദൈവത്തിന് നന്ദി പറയാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ോടുകൂടെ കൊണ്ടാടുന്നതിനായി നമ്മുടെ പാപങ്ങൾ പറയാം.
സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ ജീവിതത്തെ നൽകുമാറാകട്ടെ. Amen.
സർവശക്തനുമായ ദൈവമേ, അങ്ങേ പരിപാലനത്തിൽ പാപരഹിതമായ കനികാമറിയത്തിന്റെ സ്വർഗ്ഗാരോപണമന്ത്രത്തിന്റെ വലിയ അടയാളത്തിന് കീഴിൽ ഭാരതത്തിൽ സ്വതന്ത്ര രാഷ്ട്രമായി ജന്മമെടുത്തുവല്ലോ. എല്ലാ തിന്മകളിൽ നിന്നും മോചിതരായി സ്വർഗീയ കാര്യങ്ങളിൽ ശ്രദ്ധ വഹിച്ച് ഈ കന്യകയുടെ മഹത്വത്തിൽ പങ്കുചേരാനുള്ള ആഗ്രഹം കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് തന്നിട്ടുള്ളേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായി എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായി. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു കുലസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3 തന്നെ വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിയുന്നു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിരിഞ്ഞാൽ സർപ്പം അവളുടെ മുമ്പിൽ കാത്തു നിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും 20 ദണ്ടുകൊണ്ട് കരിക്കാനുള്ളവരാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെ അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അവിടത്തേക്ക് സംഭവിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരുന്നു. കർത്താവിൻ്റെ മക്കളെ കേൾക്കുക, ചെവി ചായച്ച് ശ്രദ്ധിക്കുക. നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. നിന്റെ വലതുവശത്ത് ഓഫീസ് ഉടമഞ്ഞ് രാജ്ഞി നിൽക്കുന്നു. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും. അവൻ നിന്നെ നാഥനാണ്. നിന്റെ വലതുവശത്ത് ഓഫീസ് ഉടമഞ്ഞ് രാജ്ഞി നിൽക്കുന്നു. ആഹ്ലാദഭരിതരായി അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. നിന്റെ വലതുവശത്ത് ഓഫീസ് ഉടമഞ്ഞ് രാജ്ഞി നിൽക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മനുഷ്യരുടെ നിന്നും ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണം എല്ലാവരും മരണാനന്തരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും താതാങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന്റെ ആഗമനത്തിൽ അവനുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിന്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും തന്റെ പാദസേവരാക്കുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പരിശുദ്ധ മറിയം സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു. മാലാഖവൃന്ദങ്ങൾ ആനന്ദത്തിൽ ആറാടുന്നു.
ലൂക്കായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവളെ ഉദ്ഘോഷിച്ചു. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരബലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? പിതാവിൻ്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചപ്പോൾ ഭാഗ്യവതി. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകളോളം അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനം മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയുടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവൾ തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാർ അബ്രഹാത്തോടും അവരുടെ സന്തതികളോടും അനേകമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളോടുകൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുവിൽ പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ, പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളും സ്വതന്ത്രയുടെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ 75ാം വാർഷികവും നമ്മൾ സമുചിതമായി ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വഴി നമ്മുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ 2 ഫലപ്രാപ്തിയുള്ള പ്രത്യേകമായ നിയമങ്ങൾ വെച്ചുകൊണ്ടിട്ടുള്ള നമ്മുടെ എല്ലാ നിയമങ്ങളെയും സമൃദ്ധമായ അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും സ്വർഗാരോപണ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും പരിശുദ്ധാത്മ വഴി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏറെ പ്രത്യേകിച്ച് വിശുദ്ധ ലൂക്കായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ വിശ്വാസവും സ്വീകരിച്ച വിശ്വാസത്തിലൂടെ നൽകപ്പെട്ടിട്ടുള്ള ആ കൃപ കൊടുക്കുവാൻ വേണ്ടി കാണിക്കുന്ന അതിതീഷ്ണമായ സമർപ്പിത സേവനവുമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2 കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇന്ന് സുവിശേഷം നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. ഒന്നാമത്തേത്, ആഴമുള്ള വിശ്വാസത്തിന് ഉടമയായി നമ്മൾ മാറും. നമുക്കറിയാവുന്നതുപോലെ അന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായും അനുകരണീയമാം വിധം വിശുദ്ധകളോ അല്ലെങ്കിൽ വലിയ നേതാക്കന്മാരോ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നൽകപ്പെടുന്ന സന്ദേശം, ദൂതന്മാരോട് നൽകപ്പെടുന്ന സന്ദേശം സ്വീകരിക്കുവാൻ വേണ്ടി ഇത്രമാത്രം ആത്മാർത്ഥതയും കൂറും പുലർത്തിയവളാണ് പരിശുദ്ധ കന്യകാമറിയമെന്ന് ചിന്തിക്കുന്നത് ഉചിതം ആയിരിക്കും. പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ഏറെ പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ ജീവിതത്തെ നോക്കിക്കാണുന്ന മറ്റു സാമൂഹിക പശ്ചാത്തലം എപ്രകാരമാണ് എന്ന് നമുക്കറിയാവുന്ന ഒരു സാഹചര്യത്തിലാണ് പരിശുദ്ധ കന്യകാമറിയം ഇങ്ങനെ ഒരു സമ്പൂർണ്ണ സമർപ്പണം നടത്തുന്നത്.
ഈ സമ്പൂർണ്ണ സമർപ്പണം നടത്തുന്നത് തീർച്ചയായിട്ടും ദൈവദൂതന്മാരുടെ അല്ലെങ്കിൽ ദൈവദൂതന്റെ ഹിതമനുസരിച്ച്, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് സ്വന്തം ജീവിതത്തെ സമർപ്പിച്ച വ്യക്തിയായിട്ടാണ്. അങ്ങനെ സ്വന്തം ജീവിതത്തെ പൂർണ്ണമായും ഒരു അന്ധകാരബന്ധമായ ഒരു വിശ്വാസത്തിലേക്ക് എടുത്തെറിയുവാൻ പാകത്തിൽ അവൾ കാണിച്ച ധൈര്യമാണ് പ്രിയമുള്ളവരെ നമ്മൾ ഓർത്തെടുക്കേണ്ടതും അനുഭവിക്കേണ്ടതും. നമുക്കറിയാവുന്നതുപോലെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ദൈവദൂതൻ കടന്നു വരുന്നു, അവളെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവൾ പ്രത്യേകമായ മാനുഷികമായ പരിഗണനകളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്നാണ് അവളുടെ ചോദ്യം. അങ്ങനെ ദൈവനിയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവൾ ഒരു സമ്പൂർണ്ണ സമർപ്പണം നടത്തിയതിനു ശേഷം അവൾ വിശ്വാസത്താൽ പ്രചോദിതയാകുന്ന ഒരു പശ്ചാത്തലമാണ് നമ്മുടെ സുവിശേഷം നമ്മളുമായി പങ്കുവയ്ക്കുക. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം, പ്രത്യേകിച്ച് വിശ്വാസത്തിന്റെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ ഉപരിതലത്തിലുള്ള വിശ്വാസമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറ്. നമ്മൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ആ വിശ്വാസത്തിലേക്ക് പോകും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഈ വിശ്വാസത്തിലേക്ക് പോകും. എന്നാൽ പരിശുദ്ധ കന്യകാമറിയം നമ്മളോട് പറയുന്നത് അങ്ങനെയുള്ള വിശ്വാസമല്ല, അചഞ്ചലമായ വിശ്വാസമാണ്. നിശ്ചലം നിന്റെ ജീവിതത്തിൽ ഏതൊരു വിശ്വാസമാണോ ഏറ്റെടുത്തത് ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന, അത് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു വിശ്വാസി ആ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ എത്രമാത്രം ആത്മാർത്ഥത പുലർത്തണമെന്ന് പരിശുദ്ധ കന്യകാമറിയം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു വിശ്വാസമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. നമ്മുടെ കണ്ണുകൾക്ക് മധുരമ പകരുന്ന, അല്ലെങ്കിൽ നാവുകൾക്ക് മധുരമ പകരുന്ന മനോഹാരിതകൾ കാഴ്ചവെക്കുന്ന കാഴ്ചകൾക്ക് വ്യത്യസ്തമായി അതിനുള്ളിലേക്കാളുപരിയായി ദൈവം നമുക്ക് നൽകുന്ന മഹത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ടാണ് പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആ വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ആ വിശ്വാസം പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പരിശുദ്ധ അമ്മയുടെ രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് മനുഷ്യോചിതമായ ഇടപെടലുകളാണ്. സമ്പൂർണമായ സമർപ്പണം നടത്തിയതിനു ശേഷം നമുക്കറിയാവുന്നതുപോലെ മാതാപിതാക്കന്മാരില്ലാത്ത, മക്കളില്ലാത്ത, വാർദ്ധക്യ സഹജമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന എലിസബത്തിന്റെയും സക്കറിയാവിന്റെയും ജീവിതത്തിലേക്കാണ് പരിശുദ്ധ കന്യകാമറിയം യാത്ര തുടരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബന്ധങ്ങളെ കൂട്ടിയിണക്കുവാൻ കഴിവുള്ള ഒരു സമർപ്പണ ജീവിതമാണ് പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരിക്കൽ തെരേസ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് മറ്റൊരു മീറ്റിംഗിലേക്ക് കാറിൽ പോകുന്ന അവസരത്തിൽ ഒരു പാലത്തിന്റെ മധ്യേ കടന്നു പോകുന്ന അവസരത്തിൽ പാലത്തിന്റെ മധ്യേ ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ കണ്ടെത്തുകയാണ്. നമുക്കറിയാവുന്നതുപോലെ പാലത്തിന്റെ മധ്യേ ഒറ്റയ്ക്ക് ഒരു പൂർണ്ണ ഗർഭിണി നിൽക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ താഴെ ഒത്തൊഴുക്ക് കാണുന്ന മനോഹാരിതമായ കാഴ്ചകൾ കാണാനായിട്ടായിരിക്കില്ലല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സംശയം തോന്നി മദർ തെരേസ ഓടിച്ചെന്ന് ആ സ്ഥാനത്തുമ്പിൽ പിടിച്ച് തിരിച്ച് ആ പാലത്തിന്റെ ഉള്ളിലേക്ക് വലിച്ചിട്ടതിന് ശേഷം നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് പ്രകാരമാണ്, ഞാൻ ജീവൻ എടുക്കാൻ പോവുകയാണ്. ഞാൻ ജീവൻ എടുക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞപ്പോൾ കാരണം അന്വേഷിക്കുകയാണ് മദർ തെരേസ. പിന്നീട് ആ കാറിനുള്ളിലേക്ക് അവളെ കൊണ്ടുപോവുകയും മഠത്തിൽ ആക്കുകയും 2-3 വർഷക്കാലം അവൾ മദർ തെരേസയുടെ കീഴിൽ സേവനം ചെയ്യുകയും ചെയ്തപ്പോൾ മദർ തെരേസ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകുന്നതിലൂടെ അവൾ പറയുന്നത് മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്: എൻ്റെ ഭവനത്തിൽ എൻ്റെ ഭർത്താവ് എന്നെ ആവശ്യമില്ല, എൻ്റെ മാതാപിതാക്കന്മാർക്ക് എന്നെ ആവശ്യമില്ല, സഹോദരി സഹോദരന്മാരുണ്ട്, അവർക്കും എന്നെ ആവശ്യമില്ല. ആവശ്യമില്ലാതിരിക്കുന്ന ഒരു ജീവിതം ഞാൻ എന്തിനാണ് ഈ ജീവിച്ചു തീർക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവൻ എടുക്കാൻ പോയത്. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എന്നെ സംരക്ഷിക്കുന്ന, എന്നെ കൂട്ടിച്ചേർക്കുന്ന, എൻ്റെ ജീവിതത്തെ കരുപിടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒത്തിരിയേറെ അദൃശ്യ ശക്തികൾ അമ്മയിലൂടെ ഞാൻ മനസ്സിലാക്കുമെന്ന് പറഞ്ഞ ആ അമ്മയുടെ ജീവിതത്തിലെ സജീവമായ സാന്നിധ്യം തിരിച്ചറിഞ്ഞവളാണ് ആ സ്ത്രീ. പ്രിയമുള്ളവരെ, ബന്ധങ്ങളെ കൂട്ടിയിണക്കുവാൻ പരിശുദ്ധ അമ്മ എന്നും നമ്മുടെ കൂടെയുണ്ട്. നമുക്കറിയാവുന്നതുപോലെ മാതാപിതാക്കന്മാരില്ലാത്ത അല്ലെങ്കിൽ മക്കളില്ലാത്ത വാർദ്ധക്യ സഹജത്തിലൂടെ കടന്നു പോകുന്ന ദമ്പതിമാരായ എലിസബത്തിന്റെയും സക്കറിയാവിന്റെയും ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എലിസബത്ത് പറയുന്ന ഒരേ ഒരു വാക്യമുണ്ട്: കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അമ്മയെക്കുറിച്ച്, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നതാണ്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ
ഭാഗ്യവതി. ആ വിശ്വസിച്ചവൻ വിശ്വാസമല്ല, ചെറിയ വിശ്വാസമല്ല, ആഴമായ വിശ്വാസത്തിന്റെ അടിത്തറ ഭാഗ്യങ്ങളാണ് പരിശുദ്ധ കന്യകാമറിയം. ആ വിശ്വാസത്തെ പ്രചോദനം കൊണ്ട് ജീവിതത്തിന്റെ സാന്നിധ്യം കൊണ്ട് അനുഭവിച്ചറിഞ്ഞ എലിസബത്താണ് നമ്മളോട് പറയുന്നത് എത്ര മനോഹരമായിട്ടാണ് പരിശുദ്ധ കന്യകാമറിയം വിശ്വാസം സ്വീകരിച്ചത്. പിന്നീട് ആ വിശ്വാസത്തിന്റെ പ്രചോദനത്തിൽ നിന്നുകൊണ്ട് ദൈവം അവൾക്ക് കാണിച്ചു കൊടുത്ത മാതൃകാപരമായ ജീവിതത്തെക്കുറിച്ച് പഴയ നിയമം ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം പാടുന്ന വലിയൊരു സ്തോത്രഗാനമാണ് നമ്മുടെ വായിച്ചു കേൾക്കുക. ഏറ്റവും അവസാന ഭാഗത്ത് പരിശുദ്ധ കന്യകാമറിയം നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഒരുപക്ഷെ നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ്, അഹങ്കാരത്തിലേക്കും ഗർവിലേക്കും ഒക്കെ പോകുമ്പോൾ മറ്റുള്ളവരെ തഴഞ്ഞുകൊണ്ടുള്ള ജീവിതം നയിക്കുവാനായിട്ടുള്ള വലിയൊരു അഭിഭാഷ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നിന്നെ ദൈവമാണ് വിളിച്ചതെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിശ്വാസമാണ് ഉള്ളതെങ്കിൽ നീ പാലിക്കേണ്ട ചില കർമ്മങ്ങളെക്കുറിച്ച് പരിശുദ്ധ നമ്മളെ ഓർമ്മിക്കുന്നത് പ്രകാരമാണ്. ഹൃദയവിചാരത്തിൽ അഹങ്കാരം കൊണ്ട് നടക്കുന്നവരെ ദൈവം ചിതറിക്കും. ശക്തന്മാരെ സിംഹാസനം നിന്ന് മറിച്ചിടും. എളിയവരെ ദൈവം ഉയർത്തും. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കും. സമ്പന്നരെ വെറുങ്കൈയോടെ പറഞ്ഞേക്കും. പ്രിയമുള്ളവരെ, സ്വർഗരാജ്യത്തിന്റെ മഹത്തരമായ അടയാളം എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിലെ സമ്പത്തോ സ്ഥാനമാനങ്ങളോട് എളിമയുടെ, ഒന്നുമില്ലായ്മയുടെ, ദൈവിക സന്നിധിയിലുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ അടയാളമാണ് നമ്മുടെ ഓരോ ജീവിതമെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന അമ്മയുടെ ജീവിതത്തിലെ ആ നിർവചനം, ജീവിതം നമുക്കൊന്നും മാതൃകയാകുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുക. നമുക്ക് എഴുന്നേൽക്കാൻ നമ്മുടെ വിശ്വാസം നമുക്ക് ഘോഷിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിനും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയും ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാവങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെയും വരാനിരിക്കുന്ന യുഗത്തിലെ ചെയ്തു ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. ദൈവിക സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിന്റെ പരിപാലകനായ ദൈവമേ, തിരുസഭയെ സമർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും എല്ലാ ബഹുമാനപ്പെട്ട അൽഫോൻസച്ചനെയും സന്യാസിനെയും അനുഗ്രഹിക്കണമേ. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ദൈവജനത്തെ നയിക്കുവാൻ വേണ്ട കൃപാവരങ്ങൾ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ ഞങ്ങളെ ഐക്യപ്പെടുത്തുന്ന സ്നേഹദൈവമേ, ഞങ്ങളുടെ ഇടവകയിലെ ഓരോ കുടുംബത്തെയും
സുദൃഢമാക്കുവാനും കൃപാവരങ്ങൾ നൽകണമേ. ഇന്നേ ദിനം ആദ്യമായി ഈശോയെ സ്വീകരിക്കുന്ന അലീന ആന്റണിയെയും കുടുംബത്തെയും സർവ്വവിധ നന്മകളും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ ലോകത്തിന്റെ അമ്മയായി നൽകിയ ദൈവമേ, ദൈവജനത്തെ ജീവിതത്തിൽ സ്വീകരിച്ച നിമിഷം മുതൽ സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ ദൈവഹിതം നിറവേറ്റിയ ദിവ്യജനതയുടെ മാധ്യസ്ഥം ലഭിക്കുവാൻ കൃപ ചെയ്യണമേ. ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ ക്ലേശങ്ങളും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ജനപദങ്ങളെയും അനുനിമിഷവും പരിപാലിക്കുന്ന സ്നേഹദൈവമേ, ഞങ്ങളുടെ രാഷ്ട്രത്തെ സമർപ്പിക്കുന്നു. രാഷ്ട്രീയ നേതാക്കന്മാരെ ദൈവ ചൈതന്യത്താൽ നിറയ്ക്കണമേ. രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും സുരക്ഷയ്ക്കും വേണ്ടി ജീവിതം സമർപ്പണം ചെയ്തുകൊണ്ട് ത്യാഗനിഷ്ഠയോടെ സേവനം ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. മനുഷ്യനന്മയ്ക്കും രാജ്യത്തിന്റെ ഐശ്വര്യത്തിനുമായുള്ള എല്ലാ ഭാവി പരിപാടികളുടെയും മരണം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ എല്ലാ ആത്മാക്കൾക്കും നിത്യവിശ്രാന്തിയും മോക്ഷാനന്ദ ഭാഗ്യവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവിൻ
സഹോദരനെ നിങ്ങളുടെ വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമേ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ വേണ്ടി നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ആദരത്തിന്റെ അർപ്പണം അങ്ങേ പക്കലേക്ക് ഉയരുകയും സ്വർഗ്ഗാരോപരിയായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മധ്യസ്ഥതാൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ സ്നേഹാഗ്നിയാൽ ജ്വലിച്ച് അങ്ങേ നിരന്തരം അന്വേഷിക്കുകയും ചെയ്യുമാറാകട്ടെ.
കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായ പരിശുദ്ധനാമം ആകയാൽ വിശ്വാസത്തിന്റെ അവിടുത്തെ മരണഭൂമിയിൽ ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിലും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനാൽ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടാണ്. ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുക ഞങ്ങളെ പരിശുദ്ധാത്മാവുടെ നാഴ്ചയോടെ താഴ്മയോട് ഞങ്ങൾ അറിയിച്ചിരുന്നു. കർത്താവേ, ലോകമൊന്നും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ പോളാച്ചൻ കർത്താവും വൈദിക ഗണത്തോട് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തുന്നു. ഈർപ്പിന്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും മാതാപിതാക്കന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരും കഴിയുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യവടേശത്തോടും
അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥാന സ്ഥാപിക്കുന്നതിനോടും കാലാകാലങ്ങളിൽ നമ്മെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോട് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുമായ എല്ലാ ബഹുമതിയും മഹത്വവും എന്നേക്കും ദൈവത്തെ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മെ പഠിപ്പിച്ചു. എല്ലാ ദൈവങ്ങളെയും നമ്മുടെ കുടുംബത്തെയും കുടുംബബന്ധങ്ങളെയും വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സജീവമായ സാന്നിധ്യം നമ്മൾ പ്രവേശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിനാകുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ സത്യപ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപമോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം കൊണ്ടാണ് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയുടെ സമാധാനവുമായി നൽകുവാൻ തന്നെയാണ് എന്നതും ജീവിക്കുകയും വാഴുകയും ചെയ്ത അങ്ങേ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടാകട്ടെ. നമുക്ക് പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കാം. കർത്താവേ
സ്വീകരിക്കുന്നതിനായിട്ട് തലവട്ടത്താൻ മാതാപിതാക്കളാണ്. ും
ഇന്നത്തെ ഈ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയ രണ്ടാം കുടുംബയുടെ അംഗങ്ങൾക്ക് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അടുത്ത ഞായറാഴ്ച 1ാമത്തെ കുർബാന 6:30 കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത് 10ാം ക്ലാസ്സിലെ അതുപോലെ അധ്യാപകയും കുട്ടികളുമായിരിക്കുമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ഞായറാഴ്ച 2ാമത്തെ തിരുപ്പതിക്ക് നേതൃത്വം നൽകുന്നത് 3ാമത്തെ കുടുംബയുടെ അംഗങ്ങളായിരിക്കുമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സ്തോത്ര കാഴ്ച 7,900 രൂപ. നേർച്ച വഞ്ചികളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള നേർച്ച കാഴ്ചകൾ ക്രിസ്തുരാജ കുരിശിൽ നിന്ന് 3,373 രൂപ, മാതാവിൻ്റെ കുരിശിൽ നിന്ന് 4,342 രൂപ, വിശുദ്ധ സെബാസ്റ്റ്യൻ്റെ കുരിശിൽ നിന്ന് ലഭ്യമായത് 7,952 രൂപ, വിശുദ്ധ അന്തോണീസിൻ്റെ കുരിശിൽ നിന്ന് ലഭ്യമായത് 6,187 രൂപ. കുരിശികളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള മൊത്തം തുക 21,724 രൂപ. ഇന്ന് വൈകുന്നേരം 4:30 മണിക്ക് ബഹുമാനപ്പെട്ട DCC വിദേശ മീറ്റിംഗ് ഉണ്ടായിരുന്നതാണ് പ്രത്യേകം ഓർമ്മിക്കുന്നു. രാവിലത്തെ ദീപത്തിലേക്ക് പറയുന്ന പോയി കൃത്യം 4:30 മണിക്ക് തന്നെ ബഹുമാനപ്പെട്ട DCC വിദേശ മീറ്റിംഗ് ഇന്ന് ഉണ്ടായിരുന്നതാണ് ഓർമ്മിക്കുന്നത്. ഒരിക്കൽ കൂടി ദേവാനുഗ്രഹത്തിൻ്റെ പൂർണ്ണത നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധാത്മാവിന്റെ സ്വർഗ്ഗാരോഹണത്തിനാളിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരിടുന്നുണ്ട്. നമ്മുടെ സ്വന്തമായി പ്രാർത്ഥിക്കാൻ എഴുതുക. കർത്താവായ ദൈവമേ, പരിശുദ്ധ പിതാവിന്റെ തിരുനാളും വിസ്മയ ദാനം വിസ്മയിച്ച ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഈ ദാനം വാങ്ങിയ മക്കൾക്ക് വാഗ്ദാനം ചെയ്ത സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നേടിത്തരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളും വേണമേ. സർവശക്തനായ പിതാവായ ദൈവം നമ്മുടെ മാതൃനാട്ടിലെ അനുഗ്രഹിക്കുകയും ഇന്ത്യയുടെ മധ്യസ്ഥയായ മാതാവിന്റെ മാധ്യസ്ഥ വഴി നമ്മളെല്ലാം ജനങ്ങൾക്ക് സമാധാനവും ഐശ്വര്യവും നൽകുകയും ചെയ്യുമാറാകട്ടെ. ദൈവപുത്രൻ നമ്മുടെ നേതാക്കളെ ബലവാക്കുക കാണിക്കുകയും ദീർഘവീക്ഷണത്തോടും ധൈര്യത്തോടും കൂടെ ഉന്നത ആദർശത്തിൽ പിടിച്ചെത്താൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് ദൈവത്തെ വഴിയിലൂടെ ചരിക്കാൻ നിങ്ങളെ ശക്തരാക്കുകയും സ്വർഗവാസികളുടെ കൂട്ടവകാശമാക്കുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അനുഗ്രഹം നിങ്ങളുടെ നൽകുമാറാകട്ടെ. ഓമൻ തിരുനെല്ലിൽ സമാപിച്ചു. പരിശുദ്ധ പരമാധികാരണത്തിന് ഈ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരണത്തിന് ഈ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരണത്തിന് ഈ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.